Welcome to the new video. In this video, I'll be discussing about the effect of load power factor on voltage regulation and transmission efficiency. So far we have derived the relations or equations for finding out the voltage regulation and transmission efficiency of single phase and three phase transmission lines. So basically നമ്മളിവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു വി എസിനുള്ള ഇക്വേഷനാണ്. അപ്പോൾ വി എസിനുള്ള ഒരു സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷനും ഡിറൈവ് ചെയ്തിട്ടുണ്ട് കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിൽ. സോ വി എസ് ഈസ് ഈക്വൽ ടു വി ആർ പ്ലസ് ഐ ആർ കോസ് ഫൈ ആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ. അപ്പം ഇതിൽ ഈ കോസ് ഫൈ ആർ എന്ന് പറയുന്നതാണ് എന്ത് ലോഡ് അല്ലെങ്കിൽ റിസീവിങ് ആൻഡ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബേസിക് റിലേഷൻ. ഇപ്പം ഇതിൻ്റെ ബേസിൽ നമ്മളുടെ ഈ റെഗുലേഷനിലും വോൾട്ടേജ് റെഗുലേഷനിലും എഫിഷ്യൻസിയിലും ഒക്കെ എന്താണ് എഫക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം എഫക്റ്റ് ഓൺ റെഗുലേഷൻ നോക്കാം. എഫക്റ്റ് ഓൺ റെഗുലേഷൻ മീൻ ചെയ്യുന്നത് വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ദ എഫക്റ്റ് ഓൺ വോൾട്ടേജ് റെഗുലേഷൻ. സോ നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ നമുക്കറിയാം പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ത് വരും? അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? വി എസ് മൈനസ് വി ആർ ഡിവൈഡഡ് ബൈ വി ആർ ഇൻറ്റു 100. ഇതാണ് നമ്മളുടെ വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ. അപ്പോൾ അതിൽ വി എസിൻ്റെ പ്രസൻറ്റേഷൻ ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് എന്ത് വി ആർ കുറയ്ക്കും. അപ്പോൾ വി ആർ എന്നുള്ള ടേം അവിടെ നിന്ന് പോകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഐ ആർ കോസ് ഫൈ ആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഡിവൈഡഡ് ബൈ വി ആർ ഇൻറ്റു 100. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? വോൾട്ടേജ് റെഗുലേഷനുള്ള റിലേഷൻ കിട്ടുക അല്ലേ? സോ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഇത് പക്ഷേ ഏത് കേസിലായിരിക്കും അങ്ങനത്തെ ഒരു കാര്യം കൂടി അതിൽ നോക്കുകയാണെന്ത് ഇത് ലാഗിങ് കേസിലാണ് ഇത് വരിക. ലീഡിങ് കേസിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഡിഫറൻസ്? ആ നടുവിലത്തെ സൈനിലാണ് ഡിഫറൻസ് വരിക. സോ ലീഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എന്ത് വരും? ഐ ആർ കോസ് ഫൈ ആർ മൈനസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഡിവൈഡഡ് ബൈ വി ആർ ഇൻറ്റു 100 എന്ന് വരും. ഇപ്പോൾ ഇതാണ് ലാഗിങ്ങിലും ലീഡിങ്ങിലുള്ള പവർ ഫാക്ടറിൻ്റെ റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇതാണ് രണ്ട് പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഓരോ പോയിന്റുകൾ ഇതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം, കുറച്ച് പോയിന്റ്സ്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the power factor is lagging or unity or such leading that IR cos phi r is greater than IXL sin phi r. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. ഐ ആർ കോസ് രണ്ട് ടേമുകളാണ്, ഒരു കോസ് ടേമും പിന്നത്തെ സൈൻ ടേമും. ഇപ്പോൾ ഈ ഐ ആർ കോസ് ഫൈ ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ആണ് എന്ന് വിചാരിക്കാം. ഈ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുക? വോൾട്ടേജ് റെഗുലേഷൻ എന്തായിരിക്കും? പെർസെൻറ്റേജ് റെഗുലേഷൻ എന്തായിരിക്കും ഈ കേസിൽ? ഐ ആർ കോസ് ഫൈ ആർ ഗ്രേറ്റർ ആണ്. ഇപ്പം എന്തായാലും ഇതിലെന്തായാലും പോസിറ്റീവ് ആണ്. ഇപ്പം ഇതിൽ ഇതാണ് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വോൾട്ടേജ് റെഗുലേഷൻ എന്തായാലും എന്ത് തന്നെയായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അതായത് റിസീവിങ് ആൻഡ് വോൾട്ടേജ് വിൽ ബി ലെസ് ദാൻ ദ സെൻഡിങ് ആൻഡ് വോൾട്ടേജ്. അപ്പോൾ എന്തായാലും ഈ റിസീവിങ് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് ആയിരിക്കും. കാരണം റെഗുലേഷൻ ഒരു വാല്യൂ ഉണ്ട്. നമുക്കറിയാം ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഐഡിയലി നമ്മൾ റെഗുലേഷൻ എന്ത് വേണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 0 വേണം. അതായത് സെൻഡിങ് ആൻഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് വി ആർ ഈക്വൽ ടു വി എസ് എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ പോസിറ്റീവ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ഡ്രോപ്പ് ഉണ്ട് എന്നാണ് അർത്ഥം. സോ വി ആർ എന്ന് പറയുന്നത് എന്തിനേക്കാട്ടിലും കുറവായിരിക്കും? സെൻഡിങ് എൻഡിലത്തെ ഇതിനേക്കാട്ടിലും കുറവായിരിക്കും. ഇപ്പോൾ അതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ നമുക്കവിടെ പറയാൻ പറ്റുന്നത്. സോ രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ വി ആർ ആൻഡ് ഐ the voltage regulation of the line increases with decrease in power factor for lagging loads. സോ നമ്മൾ ലാഗിങ് ലോഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലാഗിങ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ. സോ ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ലാഗിങ് ലോഡ്സിൻ്റെ കേസ്. അപ്പോൾ ഇതിലെ പവർ ഫാക്ടർ കൂടുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ,
സോറി പവർ ഫാക്ടർ കുറയാന്ന് വിചാരിക്കാം. സോ ഈ ടേം കുറയാണ്. സോ പവർ ഫാക്ടർ കുറയാന്ന് പറയുമ്പോൾ ഐ ആർ കോസ് ഫൈ ആർ എന്ത് സംഭവിക്കും? ഐ ആർ കോസ് ഫൈ ആറിന് എന്ത് സംഭവിക്കും? കൂടും. സോ ഈ ലാഗിങ് കേസിൽ എന്ത് കൂടും? ലാഗിങ് കേസിൽ ഇപ്പം നമ്മൾ പവർ ഫാക്ടർ ലാഗിങ് കേസിലാണ് പറയുന്നത്. പവർ ഫാക്ടർ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെഗുലേഷൻ പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഒബ്സർവേഷൻ നമ്മൾ എടുക്കുന്നത് ലീഡിങ് പവർ ഫാക്ടർ ആണ്. ലീഡിങ് power factor leading to this extent that IXL is greater than IR cos phi r. IXL greater than IR cos phi r. ഇതിലെ ഈ ലീഡിങ്ങിൻ്റെ കേസ് ആണ്. രണ്ടാമത്തെ ടേം വലുതാണ് ഏതിനെക്കാട്ടിലും. IXL sin phi r. ഒരു ഇതും കൂടി എഴുതാണ്ടായിരുന്നു. IXL ഇവിടെ IXL sin phi r ആണ് ഇതിലത്തെ ഇത് വലിയ ടേം എന്ന് പറയുന്നത്. അതായത് മൈനസ് ആയിട്ട് കിടക്കുന്ന ടേം ആണ് വലുത്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് റെഗുലേഷൻ എന്ത് വരും? അപ്പോൾ ഇത് സംഭവം നമുക്കറിയാം നെഗറ്റീവ് മൈനസ് ഇട്ടിട്ടുള്ള ടേം ആണ് വലുത്. സോ പെർസെൻറ്റേജ് റെഗുലേഷൻ വിൽ ബി നെഗറ്റീവ്. സോ പെർസെൻറ്റേജ് റെഗുലേഷൻ നമുക്ക് എന്തായി മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പെർസെൻറ്റേജ് റെഗുലേഷൻ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എൻഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് എൻഡ് വോൾട്ടേജ് ആവുകയാണെന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. സോ ദ റിസീവിങ് എൻഡ് വോൾട്ടേജ് വി ആർ ഈസ് മോർ ദാൻ ദ സെൻഡിങ് എൻഡ് വോൾട്ടേജ്. സോ അങ്ങനെ ഒരു പോസിബിലിറ്റിയും അവിടെ ഉണ്ട് ലീഡിങ് പവർ ഫാക്ടറിൻ്റെ കേസിൽ. ദെൻ ദ ഫോർത്ത് പോസിബിലിറ്റി ഈസ് ദാറ്റ് ഫോർ എ ഗിവൺ വി ആർ ആൻഡ് ഐ വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ദ ലൈൻ decreases with decrease in power factor for leading loads. So ലീഡിങ് ലോഡ് തന്നെ പവർ ഫാക്ടർ കുറയുകയാണെങ്കിൽ എന്താ? പെർസെൻറ്റേജ് റെഗുലേഷൻ കുറയും. ഇപ്പോൾ ലാഗിങ്ങിൻ്റെ കേസിൽ പവർ ഫാക്ടർ കുറയുകയാണെങ്കിൽ റെഗുലേഷൻ കൂടുകയാണ് ചെയ്യുക. ലീഡിങ്ങിൻ്റെ കേസിൽ പവർ ഫാക്ടർ കുറയുകയാണെങ്കിൽ റെഗുലേഷൻ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് റെഗുലേഷനായിട്ടുള്ള അതിൻ്റെ റിലേഷൻസ് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കേസ് ഏതും കൂടിയും പറയാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഓൺ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. സോ ദ എഫക്റ്റ് ഓൺ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്താണെന്നുള്ളതാണ് അടുത്ത് നോക്കേണ്ടത്. ഓക്കെ. സോ ഇപ്പോൾ റെഗുലേഷനിൽ നമ്മൾ പറഞ്ഞു ഇനി ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. അപ്പോൾ അതിനും ഇവിടെ നമുക്കറിയാം പവർ ഡെലിവേർഡ് ലോഡിന് കൊടുക്കുന്ന പവർ, അതായത് പവർ ഡെലിവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം VR IR കോസ് ഫൈ ആർ ആണ്. ഇപ്പോൾ ഈ IR എന്ന് പറയുന്നത് അവിടെ നമ്മൾ I എന്നാണ് എടുത്തിട്ടുള്ളത്. കാരണം ISും IR ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്, ഒരു ലൂപ്പാണല്ലോ. സോ അത് വേണമെങ്കിൽ VRI കോസ് ഫൈ ആർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ. സോ വിൽ ഗെറ്റ് I ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക്? P ഡിവൈഡഡ് ബൈ പവർ ഡെലിവേർഡിനെയാണ് P എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ P ഡിവൈഡഡ് ബൈ വാട്ട്? VR കോസ് ഫൈ ആർ എന്ന് നമുക്ക് അവിടെ നിന്നൊരു റിലേഷൻ എഴുതാം അല്ലേ. സോ അപ്പോൾ 3 ഫേസിൻ്റെ കേസിലാകുമ്പോൾ ഇത് പെർ ഫേസ് അല്ലെങ്കിൽ സിംഗിൾ ഫേസിൻ്റെ കേസാണ്. സോ അതേപോലെ തന്നെ 3 ഫേസ് ആണെങ്കിൽ I will be is equal to P divided by 3 VR cos phi r. അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ആൻഡ് ദ റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് VR, the load current I is inversely proportional to what? Cos phi r അല്ലേ, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലോഡ് പവർ ഫാക്ടർ. അപ്പോൾ നമുക്കിവിടെ പറയാം I is inversely proportional to cos phi r which is the load power factor. ലോഡ് പവർ ഫാക്ടറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത് അവിടുത്തെ
കറണ്ട് എന്ന് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ വിത്ത് ഡിക്രീസ് ഇൻ ലോഡ് പവർ ഫാക്ടർ കുറയാന്ന് വിചാരിക്കുക. ലോഡ് പവർ ഫാക്ടർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? സോ നമ്മുടെ ലോഡ് പവർ ഫാക്ടർ കുറയുക. സോ ലോഡ് പവർ ഫാക്ടർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കുറയാന്നാണ് അർത്ഥം. സോ ഡിനോമിനേറ്റർ കുറയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കൂടും? ന്യൂമറേറ്റർ കൂടും, അപ്പുറത്തെ സംഭവം കൂടും അല്ലേ? സോ ദ കറണ്ട് ഇൻക്രീസ് ചെയ്യും. സോ പവർ ഫാക്ടർ പറഞ്ഞു, കറണ്ട് ഇൻക്രീസ് ചെയ്തു. കറണ്ട് ഇൻക്രീസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? ലോസ് കൂടും. ഓക്കെ, ലോസസും ഇൻക്രീസ് ചെയ്യും. സോ പുവർ പവർ ഫാക്ടർ ആയി കഴിഞ്ഞാൽ ലോസസ് കൂടും. സോ ദിസ് ലീഡ്സ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി, ലോസ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. സോ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ലോഡ്, ഡിക്രീസ് ഇൻ പവർ ഫാക്ടേഴ്സ്. സോ efficiency of transmission decreases with what? Decrease in load power factor or cause fire. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിലേഷൻ വരുന്നത്. സോ പവർ ഫാക്ടർ എന്താ പറയുക, എഫിഷ്യൻസിയുടെ ഈ കേസാണ്. റെഗുലേഷൻ്റെ ഡിഫറെൻറ്റ് കേസുകളാണ് നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ.